എന്തെങ്കിലും ഒരു കരുണ ഉണ്ടാവുമെന്ന് ഞാനും നമ്മളൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അള്ളാഹു അത്തരത്തിലുള്ള സംവിധാനം നമ്മളിലേക്ക് എത്തിച്ചു തരുമാറാവട്ടെ. ഇവിടുത്തെ കഷ്ടപ്പാടുകൾ എന്താണെങ്കിൽ അള്ളാഹു ആ കഷ്ടപ്പാട് നീക്കണമെങ്കിൽ നമ്മൾ റഹ്മത്ത് അള്ളാഹുവിലേക്ക് സമർപ്പിക്കണം. നമ്മളെ വീട്ടിലുള്ള മുതിർന്ന മക്കൾ പ്രായപൂർത്തി കഴിഞ്ഞ് നമ്മളെ ആൺകുട്ടികളുണ്ടെങ്കിൽ ഞാനൊന്നുകൂടെ പറയണം, അവര് നേരം വൈകി വരുന്നതിന്റെ കാരണം അന്വേഷിക്കണം. ബാപ്പാര് അത് അന്വേഷിക്കണം എന്ന് പറയുന്നത് അവര് മറ്റുള്ള ലഹരിയുമായി ചിലപ്പോൾ ചെറിയ ദിനേശ് വീടിമ തുടങ്ങുന്ന കാര്യം ചിലപ്പം സിസറാവും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ എടി കൂടെ ഒക്കെ പോയിട്ട് കഞ്ചാവിലും മറ്റിലൊക്കെ ലഹരിയിൽ അടിമപ്പെട്ടു പോകുന്ന പല ചെറുപ്പക്കാരും നമ്മുടെ കൂട്ടത്തിലുണ്ട്, നമ്മുടെ മഹല്ലത്തിൽ, നമ്മുടെ നാട്ടിൻ പരിസരത്തുണ്ട്. അതൊക്കെ മാറണം. അത് നമ്മളെല്ലാവരും പരിശ്രമിച്ചാൽ നടക്കണ കാര്യമുള്ളൂ. അതിന് സെയിൽസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെ മറ്റുള്ള സംവിധാനത്തിലൂടെ തടയാനുള്ള മാർഗങ്ങൾ നാട്ടുകാരെ ഒരുമിച്ച് നടക്കാത്തവരുണ്ട്. മാണ്ടീനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരുമിക്കേണ്ടത് മാണ്ടാത്തീനല്ല. അള്ളാഹു നമുക്ക് ഇസ്സത്ത് നൽകുമാറാവട്ടെ, അള്ളാഹു ഖൈർ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഒന്നാമത്തെ 10 വിട പറഞ്ഞു പോകുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മഹാരഥന്മാരോട് കൂടി പറഞ്ഞു, ഇനി നമ്മൾ അങ്ങോട്ട് ജാഗ്രതരാവണം. നമ്മൾ ജാഗരൂകരായിക്കൊണ്ട് മുന്നോട്ട് പോകണം. അഹമികയാൽ മുന്നോട്ട് പോകണം. നമുക്കൊരു സൂക്ഷ്മത പാലിക്കണം. കാരണം എന്താ, ഇനി വിരലിലെണ്ണാവുന്ന ദിവസം എന്ന് പറയുന്നത് 20 19 ദിവസം മാത്രമായിരിക്കും. അള്ളാഹു നമുക്ക് ഈ വർഷം തരുന്ന റമദാൻ, അള്ളാഹു ഈ വർഷം തരുന്ന റമദാനിലെ ദിവസങ്ങൾ, അള്ളാഹു ആ സമയങ്ങൾ ഒരിക്കലും ഞങ്ങളത് ഒഴിവാക്കാതെ, തറാവി ഒഴിവാക്കാതെ അത് നിർവഹിക്കുമെന്ന ബോധത്തോടുകൂടി മുന്നോട്ട് പോകണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. കാരണം ഞാൻ ഒന്നുകൂടെ പറയാനുള്ളത്, എന്നോട് റൂമിലൊന്നും കാണാൻ അല്ലാതെ ഇങ്ങനെയൊക്കെ കുറെ ആൾക്കാർ പറയും, അതിപ്പോ നിങ്ങളിങ്ങനെ ഉൾക്ക് തുടങ്ങി നോക്കണ്ട, അപ്പൊ നിങ്ങൾ ആ ഒരു ഫസ്റ്റത്തെ ആ ഒരു സംഭവമാണ്. പക്ഷെ കഴിഞ്ഞാൽ നിങ്ങൾക്കും മനസ്സിലാവും. തറാവിക്ക് കുറച്ച് കഴിഞ്ഞാൽ 4 ഉണ്ടാവും, 3 ഉണ്ടാവും, 2 ഉണ്ടാവും. അങ്ങനെ അത് അങ്ങനെ ആവരുത്. അത് ഈ പറഞ്ഞ ആൾക്കാർക്കുള്ള മറുപടി കൊടുക്കേണ്ടത് എന്റെ പൊന്ന് ചെറുപ്പക്കാരാണ്. ചെറുപ്പക്കാരെ കൊണ്ട് സാധിക്കാത്ത ഒരു വിഷയം നമ്മുടെ ഭൂമിയിലില്ല. മനുഷ്യനെ കൊണ്ട് സാധിക്കാതെ ഭൂമിയിലുണ്ടോ? മലക്കിനെ കൊണ്ട് സാധിക്കാത്തത്, മലക്കിനെ കൊണ്ട് സാധിക്കാത്തത് ആർക്ക് സാധിച്ചിട്ടുണ്ട്? മനുഷ്യ ജന്മങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. മഹാനായിട്ടുള്ള സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അവിടത്തേക്ക് ബൽക്കീസ് രാജ്ഞി വരുന്നു എന്ന വാർത്ത അറിഞ്ഞപ്പോൾ അവിടെയുള്ള ബൽക്കീസ് രാജ്ഞിയുടെ കൊട്ടാരത്തെ പോലത്തെ ഒരു കൊട്ടാരം പണിതാൻ ഈ സമയമില്ല. അപ്പൊ പറഞ്ഞു, ആരാണ് ബൽക്കീസ് രാജ്ഞി എന്റെ അടുത്തേക്ക് സന്ദർശനത്തിന് വരുമ്പോഴേക്ക് ആ രാജ്യം ഇങ്ങോട്ട് എടുത്തു കൊണ്ടുവരിക, അവിടുത്തെ കൊട്ടാരം കൊണ്ട് എടുത്തു കൊണ്ടുവരിക എന്ന് പറഞ്ഞപ്പോഴേക്ക് ഉടനെ തന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ, അവിടെ മലക്കുണ്ട്, ജിന്നുണ്ട്, മനുഷ്യനുണ്ട്. അതിലൊരു മനുഷ്യൻ പറഞ്ഞു, ഇൻഷാ അല്ലാഹ് ഞാന് അങ്ങയുടെ കണ്ണിന്റെ ഹിമ ഒന്ന് വെട്ടി തുറക്കുന്നതിന് മുന്നേ ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അതൊരു മനുഷ്യനുള്ള കൊടുത്ത പവറാണ്. ജിന്നുകളെക്കാൾ മലക്കുകളെക്കാൾ പവർ ആർക്കുണ്ട്? മനുഷ്യനുണ്ടോ? പക്ഷെ അത് മനുഷ്യന് താങ്കളില്ല, ഉപയോഗിക്കണില്ല. എങ്ങനെ ഉപയോഗം ഉണ്ടാവുക? ഇബാദത്തുകളിലൂടെ, അള്ളാഹു തന്ന 5 വക്ത നിസ്കാരങ്ങളിലൂടെ. നിനക്ക് 5 വക്ത നിസ്കരിക്കുമ്പോൾ ആരോഗ്യം വർദ്ധിക്കുമെന്ന് ഹബീബ് റസൂലുള്ളാഹി. തന്നെ ഒന്ന് നിസ്കരിക്കണം ഞാൻ പറയില്ല. നിസ്കാരത്തിന് ബാങ്ക് കേട്ടാൽ എവിടെ ബാങ്ക് വെക്കുന്നോ സുന്നത്ത് ജമാഅത്തിന് പിന്നെ പിന്നിൽ അണിനിരക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് സുന്നത്ത് ജമാഅത്തിന്റെ പള്ളിക്ക് തന്നെ പോവുക. അല്ലാതെ മറ്റുള്ള പള്ളിക്ക് പോയി കൊണ്ട് നിസ്കരിച്ചെങ്കിൽ നമുക്കൊരു താല്പര്യമില്ല. രണ്ട് കാര്യം പറയാം. അതിന് സുന്നത്ത് വൽ ജമാഅത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ആളുകൾ, അത് സുന്നത്ത് ജമാഅത്തിൽ അത് അതിൻ്റെതായിട്ടുള്ള ആശയങ്ങളുമായി മുന്നോട്ട് പോകുന്നവരാണ്. അതിനാണ് നമ്മൾ നിസ്കരിക്കേണ്ടത്, നിർവഹിക്കേണ്ടത്. നിയ്യത്ത് ഇന്നമല്ല അമാലു ബിന്നിയാത്ത്. നമ്മുടെ നിയ്യത്ത് സ്വീകരിക്കപ്പെടും, നമ്മുടെ അമല് സ്വീകരിക്കപ്പെടുന്നത് നമ്മുടെ നിയ്യത്ത് മൂലം. നിങ്ങൾ അങ്ങനെ ചിന്തിച്ചാൽ മതി. അള്ളാഹു നമുക്ക് നല്ല ഖൈർ നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നല്ല റാഹത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നല്ല സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളെ വീട്ടിൽ പോയിട്ട് നമ്മുടെ ഭാര്യവും നമ്മുടെ സഹോദരിമാര്, നമ്മുടെ ഉമ്മ, നമ്മുടെ മക്കളൊക്കെ കൂട്ടിയിരുത്തിയിട്ട് സ്നേഹത്തോടുകൂടെ, വാത്സല്യത്തോടുകൂടെ, നല്ല റാഹത്തോടുകൂടെ ആവണം. ഇനി ഇവിടുന്ന് റമദാന് ഇവിടെ പറയുന്നതിന് വരെ നല്ല സന്തോഷത്തോടുകൂടെ അവര് രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ടുകൊണ്ട് നമുക്ക് വേണ്ട ഭക്ഷണം തയ്യാറാക്കി വെക്കുന്നവരാണ്. ഈ റമദാനിലാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പാടുള്ളത്. എന്തിനേറെ പ്രതീക്ഷിച്ച് നമ്മൾ റമദാൻ അല്ലാത്ത സമയങ്ങളിൽ പകൽ സമയത്ത് ജോലി എടുക്കുന്നതിനേറെ വിഷമം എന്തിനാണ്? റമദാനിലാണ്. കാരണം അത് എടുക്കുന്ന ആളുകൾക്ക് അതിന്റെ ബുദ്ധിമുട്ടറിയൂ. അല്ലാഹു
നല്ല ഖൈർ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ ദിവസം മരണപ്പെട്ട നമ്മുടെ ഉദവിയുടെ ഒക്കെ വാർത്ത അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. അതുപോലെ നിങ്ങളെപ്പോലെ ഇരുന്ന് ഞാൻ ആ പെരുന്നാൾ കഴിഞ്ഞ വർഷത്തെ പെരുന്നാളാണ് അവിടെ ഫസ്റ്റ് വരുന്നത്. വന്ന സമയത്ത് അവിടെ ഇങ്ങനെ മനുഷ്യൻ ഇങ്ങനെ ചാരിക്കൾ കഴിഞ്ഞ അപ്പോഴും ചിരിച്ച് തന്നെ ഇത് കഴിഞ്ഞിട്ടും ചിരിച്ച് ഇങ്ങനെ വന്ന് എല്ലാവരും ഇങ്ങനെ കൈയെടുത്ത് ഇങ്ങനെ പോകുമ്പോൾ മൂപ്പരൊന്നും കണ്ട് അപ്പോഴാണ് ഞാൻ അറിയണം ഇയാളെ മൂപ്പര വാപ്പേനും. അപ്പോൾ അദ്ദേഹം ശാരീരികമായ അസ്വസ്ഥതകളൊക്കെ ഉണ്ട് പറയുന്നത്. അവരൊക്കെ അതുപോലെ ഈ കൂട്ടത്തിൽ ഇരിക്കുന്നവരുടെ ഓരോരുത്തരെ വാപ്പാര് ഈ പള്ളിക്കും മദ്രസയ്ക്കൊക്കെ വേണ്ടിയിട്ട് അങ്ങേയറ്റത്തെ പരിശ്രമങ്ങൾ വഹിച്ച ആളുകളാണ്. ആരും എടുത്തു പറയേണ്ട ആവശ്യമില്ല, എല്ലാവരും അതിൽ തുല്യരാണ്. അള്ളാഹു അതിന്റെ ഖൈർ അവരെ ഖബറിലേക്ക് മൺമറഞ്ഞു പോയവരുടെ വാപ്പാടെ ഖബറിങ്ങളിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. അള്ളാഹു മർഹമത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി ഞാൻ ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞു വെച്ചതുപോലെ മൻ ഖാമ റമളാൻ ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. റമളാനിൽ പരിപൂർണമായി തറാവീഹ് വിത്റാദി കർമ്മങ്ങളിൽ നിർവഹിക്കപ്പെട്ടാൽ എന്റെ മുൻകഴിഞ്ഞ കാലങ്ങൾ അത്രയുമുള്ള ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെടുമെന്ന് ഹബീബ് റസൂലുള്ളാഹി. അതേ കാരണം എന്നറിയോ? 100 ആളുകളെ കൊന്നവന് അള്ളാഹു പുറത്തു കൊടുത്തിട്ടുണ്ട്. 100 ആളെ കൊന്നവനിക്ക് അള്ളാഹു പുറത്തു കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ പാപമോചനം നൽകപ്പെടുന്ന ദിവസങ്ങൾ പറയാൻ വേണ്ടി വിചാരിച്ചതാണ്. പക്ഷെ നമ്മളെ സാഹചര്യങ്ങൾ, നമ്മുടെ ചുറ്റുപാടുകൾ, ഞാനിത് പറയാനുള്ള കാരണം തറാവിയൊക്കെ കഴിഞ്ഞ് ഞാൻ ചിലപ്പോൾ ഇങ്ങനെ പുറത്തു പോകുന്നുണ്ടാവും. നമ്മളെ മക്കളാണ്, എൻ്റെ മുന്നിൽ ഇരിക്കുന്ന കൂട്ടത്തിലുള്ള ചില ആൾക്കാരുടെ മക്കളാണ്. അവര് തറാവി കഴിഞ്ഞ് ഇങ്ങനെ പോകുമ്പോൾ കാണാം ആ ഭാഗത്ത് നിന്ന് ഇങ്ങനെ പോകണം. എനിക്കൊക്കെ ഇത് നിസ്കരിക്കൊന്നും വേണ്ടത്, നമ്മളിത് പറഞ്ഞു കൊടുക്കണ്ടേ? നമ്മളെ കാര്യം കഴിഞ്ഞാൽ നമ്മളെ മക്കള് മുഖാന്തരത് മാറിപ്പോണെങ്കിൽ ഇവിടെ നിർവഹിക്കണ്ടേ? എന്താ നമ്മൾ കേൾക്കാത്ത കുട്ടിയാണെങ്കിൽ നമ്മളൊരു സഹായം അവർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ എന്തിനും നമ്മൾ അവർക്ക് എല്ലാം ചെയ്തു കൊടുക്കും. ബൈക്ക്, മൊബൈല്, പഠനത്തിന് വേണ്ടിയുള്ള സഹായങ്ങൾ, സഹകരണങ്ങൾ, അവർ ടൂർ പോകണമെങ്കിൽ അവരുടെ സംവിധാനം. എൻ്റെ വാപ്പ പറഞ്ഞ ഇത് മാത്രം കേൾക്കാൻ അവർക്ക് ഒഴിവില്ലാത്ത ഒരു 5 മിനിറ്റ് നേരം നിസ്കരിക്കാൻ പറ്റാത്തത്, അത് നിസ്കരിക്കുമ്പോൾ അതൊക്കെ കൊഴിഞ്ഞു പോകും. അങ്ങനത്തോടത്തിൽ എത്തിക്കണേ. അള്ളാഹു ഖൈർ നൽകട്ടെ. അതുപോലെ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് 7-ാം തീയതിയാണ് നമ്മളെ ബദരീങ്ങൾ ആണ്ട് വരുന്നത്. അതുമായി ബന്ധപ്പെട്ടത് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഗ്രൂപ്പിൽ മറ്റുള്ളതൊക്കെ ആയിട്ട് നിങ്ങളെ പിന്നാലെ അറിയിക്കും. അതുപോലെ റമദാൻ 27 രാവിലെ അന്ന് അതിവിശാലമായിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ മൺമറഞ്ഞു പോയ ഇവിടെ പള്ളിയുമായൊക്കെ സഹായിച്ച് സഹകരിച്ച ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ടും ഇവിടെ കൂടിയിരിക്കുന്ന നമ്മുടെ മഹല്ലത്തിൽ എന്തിനും എപ്പോഴും എന്ത് പറയുമ്പോഴേക്ക് നമ്മളെ കൂടെ ഒപ്പം നിന്ന് നടക്കുന്ന ഒരുപാട് സഹോദരിമാര് മഹല്ലുമായി സംവിധാനത്തിലൊക്കെ സഹായിച്ച് സഹകരിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ കൂടിയുള്ള പ്രാർത്ഥനയുണ്ടാവും. അത് റമദാൻ 27 അതിവിശാലമായി നമ്മുടെ പള്ളി മുഴുവനായിട്ട് അന്നത്തെ ഒരൊറ്റ ദിവസം 1000 മാസങ്ങളേക്കാൾ അത്രമേൽ പ്രതിഫലമുള്ള ഒരൊറ്റ ദിവസം അള്ളാഹു നമുക്ക് നൽകുന്നുണ്ട്. അത് ആ റമദാൻ 27 തന്നെ ആവണം എന്ന് നമ്മൾ പ്രതീക്ഷിക്കുക. അള്ളാഹു അതിലേക്ക് എത്തിച്ചേരുമാറാവട്ടെ. അവസാനത്തെ 10 എന്ന് പറഞ്ഞാൽ 20 കഴിഞ്ഞാൽ 21, 23, 25, 27, 29 ഈ പറയപ്പെട്ട ദിവസങ്ങളിലെ രാത്രിയിലെ നിസ്കാരം ഒരിക്കലും ഒഴിവാക്കരുത്. അപ്പോൾ പറഞ്ഞു ഞങ്ങൾ ടെക്നീസിക്ക് പോകാൻ പ്ലാൻ ഇട്ടത് 27 പൈസ കിട്ടി പിറ്റേന്ന് പോകണമെന്നാണ്. ഞങ്ങൾ പകല് പോയിക്കോളി. പക്ഷേ അതുപോലെ മറ്റൊരു കാര്യം കൂടെ, റമദാൻ അവസാനത്തെ 10 21 മുതലുള്ള അവിടുന്ന് അങ്ങോട്ടുള്ള മഗ്‌രിബിന്റെ സമയത്തിലെ ജമാഅത്തിൽ നിർബന്ധമായിട്ട് പങ്കെടുക്കാൻ നോക്കുക. ചിലക്കാരൊക്കെ കഴിഞ്ഞിട്ട് വരുന്നവരുണ്ട്. എന്റെ പറയാൻ കാരണം അത് നിങ്ങൾക്ക് പറയാൻ അറിയാത്തതുകൊണ്ടല്ല, അറിഞ്ഞ് കേട്ട് മറന്നു പോയതുകൊണ്ട് ഉണർത്തി തരാണ്. ആ റമദാനിലെ ലൈലത്തുൽ ഖദ്ർ സമയം തുടങ്ങുന്നത് മഗ്‌രിബിന്റെ ബാങ്കിന്റെ സമയം മുതലുണ്ടെന്നോ ഹബീബ് റസൂലുള്ളാഹി. മഗ്‌രിബിന്റെ ബാങ്ക് കൊടുത്ത സമയം മുതൽ സുബഹിന്റെ ഒരല്പ സമയം വരെ ഉണ്ടെന്നാണ്. അപ്പൊ അത് ചിലപ്പോൾ മഗ്‌രിബിന്റെ സമയത്താണ് ലൈലത്തുൽ ഖദ്ർ ഇറങ്ങിയ സമയം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് പെടൂല. പിന്നെ 27 ഇരുന്ന് കാണാൻ അങ്ങനെ ഇരുന്ന് ചെയ്യുന്ന കാര്യമുണ്ടാവുക. അപ്പൊ അതിന് തുടക്കം മുതൽ എന്താക്കുക, ശീലമാക്കി കൊണ്ടുവന്നാൽ തടസ്സമൊന്നും ഉണ്ടാവൂല. തലക്കാലങ്ങളിൽ സഹിച്ച് പൊടിച്ചിട്ട് ബോംബ് തുറക്കുമ്പോൾ ഒരു കാലയ്ക്കും ആ ഒരു വെള്ളം എന്തെങ്കിലും പൊരിക്കണി നിങ്ങൾ മണ്ടി പോരുക. ഇവിടെ ജമാഅത്ത് നിങ്ങൾ എത്തുന്ന പ്രതീക്ഷയാണ്. നമ്മളതിനനുസരിച്ച് ലേറ്റ് ആകുമ്പോൾ അപ്പോൾ നിങ്ങൾ എത്തുമ്പോൾ ഒരുമിച്ച് ജമാഅത്ത് കഴിയും. ആ ജമാഅത്ത് ഒന്നാമത്തെ ജമാഅത്തിൽ അല്ലാതെ വയറ് നിറയട്ടെ ബാക്കിയുള്ളത് കിടക്കട്ടെ എന്ന് പറഞ്ഞാൽ എല്ലാം സ്വഹാന്ന് പറഞ്ഞതുപോലെ ഒന്നും നമുക്കുണ്ടാവില്ല.
റമദാന് വിട പറയുമ്പോഴേക്ക് മനസ്സ് ക്ലിയറാക്കി ശുദ്ധമായി സംസ്കരണം നടത്തി പെരുന്നാളോടുകൂടി നല്ല റാഹത്തോടുകൂടെ സന്തോഷത്തോടെ നമുക്ക് എല്ലാവർക്കും പിരിയണം. അല്ലാഹു ഖൈർ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن